ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ഡ്രസ്സാണ്. ഇതൊരു ടോപ്പാണ് കേട്ടോ. ഇതിന് മെറ്റീരിയൽ വന്നിട്ട് ജോർജറ്റ് മെറ്റീരിയൽ ആണ്. ജോർജറ്റ് മെറ്റീരിയലിൽ ഫ്രണ്ട് പോർഷനിൽ നല്ല എംബ്രോയിഡറി വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത്. നെക്ക് ഒരു കോളേർഡ് ആയിട്ടുള്ള നെക്കാണ്. അതിലൊരു മൾട്ടി കളറിൽ നല്ലൊരു എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട്. സൈഡിലായിട്ട് ഇതുപോലത്തെ ചെറിയൊരു പ്ലീറ്റ്സ് പോലെ നെക്ക് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ സ്ലീവ് വന്നിട്ട് ഫുൾ സ്ലീവിൽ വരുന്ന ഒരു സ്ലീവ് ആണ്. പക്ഷെ സ്ലീവ് കുറച്ച് സീത്രൂ ആണ്. ഉള്ളിൽ ലൈനിങ്ങും കാര്യങ്ങളും ഇല്ല. ഇതിന്റെ ഇവിടെ ആയിട്ട് ചെറിയൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു ബട്ടൺ ആണ് കേട്ടോ. ഇനി ഇതിന്റെ ഫ്രണ്ട് സൈഡിലും ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ഷോ ബട്ടൺസ് ആണ്, നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ബട്ടൺസ് അല്ല. ഇനി ഇതിന്റെ താഴേക്ക് വന്നിട്ട് നോക്കുകയാണെങ്കിൽ എന്താ ഏറ്റവും എൻഡ് പോർഷനിൽ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ്, ചെറിയ ചെറിയ പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഏറ്റവും എൻഡിങ് പോർഷനിലായിട്ട് ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി ഇതിന്റെ ഉള്ളിൽ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. സീത്രൂ കാര്യങ്ങളൊന്നുമല്ല, ലൈനിങ് കൊടുത്തിട്ടുള്ളതാണ്. ഏറ്റവും താഴെ വരെ ലൈനിങ് വരുന്നുണ്ട്. നല്ല അടിപൊളി ക്വാളിറ്റിയിൽ വരുന്നതാണ്. ഇനി ഇതിന്റെ സൈസ് ഞാൻ എടുത്തിട്ടുള്ളത് സ്മോൾ സൈസ് ആണ്. കറക്റ്റ് സൈസ് എല്ലാം നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി. ഇതിന്റെ ബാക്ക് സൈഡ് വന്നിട്ട് കംപ്ലീറ്റ് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. താഴെ ഇതുപോലത്തെ പ്ലീറ്റ്സ് വരുന്നുണ്ട്. ഇനി ഇതിന്റെ മെറ്റീരിയലിൽ ചെറിയൊരു വേറൊരു വർക്ക് വരുന്നുണ്ട്. ഈ ഒരു വർക്കിന്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ. ഈ ഒരു മെറ്റീരിയലിൽ തന്നെ വരുന്ന വർക്കാണ് കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സാണ്. നിങ്ങൾക്ക് ഡെയിലി യൂസസിനൊന്നും പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് കോളേജിലോട്ടും ഓഫീസിലോട്ടും ഒക്കെ അങ്ങനെ പുറത്തൊക്കെ പോകുമ്പോൾ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടോപ്പാണ്. ഇനി ഇതിന്റെ കളേഴ്സ് വരെ അവൈലബിൾ ആണ്. ഇതിന്റെ സൈസ് സ്മോൾ ടു XXL വരെ സൈസസ് അവൈലബിൾ ആണ്. ഇതൊരു ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്ന ഒരു അടിപൊളി ഒരു കുർത്ത സെറ്റ് ആണ്. പാന്റ് കുർത്ത സെറ്റ് ആണ് കേട്ടോ. പാന്റ് അവിടെ കേട്ടെ. ടോപ്പ് ഞാൻ ആദ്യം കാണിച്ചു തരാം. ഇതിന്റെ മെറ്റീരിയൽ എന്നിട്ട് പ്യുവർ കോട്ടൺ മെറ്റീരിയൽ വന്നിട്ടുള്ള ഒരു അടിപൊളി ഡ്രസ്സാണ്. ഇനി ഇതിന്റെ നെക്കിൽ വന്നിട്ട് നല്ല മൾട്ടി കളറിൽ എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട്. റൗണ്ട് നെക്കിൽ ഒരു വി കട്ടിങ് വരുന്ന നെക്കാണ്. ഇനി ഇതിന്റെ ഇവിടെ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. 3 ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. ഇത് ഷോ ബട്ടൺ ആണ്, നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ബട്ടൺസ് അല്ല. ഇനി ഇതിന്റെ സ്ലീവ് വന്നിട്ട് ഫുൾ സ്ലീവ് അല്ല, പക്ഷെ എങ്കിൽ പോലും ഫുൾ സ്ലീവിന്റെ അത്രയും വരുന്ന സ്ലീവ് ആണ്. സ്ലീവിൽ നല്ല എംബ്രോയിഡറി വർക്ക് ആണ് എൻഡിങ് പോർഷനിൽ കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിന്റെ ഏറ്റവും താഴെയായിട്ട് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ടോപ്പ് ടൈറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്, സ്ലീവ് ടൈറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് രണ്ട് സ്ലീവിലും എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു എംബ്രോയിഡറി വർക്കാണ് ഈ ഒരു കുർത്ത സെറ്റിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഈ രണ്ട് സൈഡ് കണ്ടോ, ഈ ഒരു ഷോൾഡറിന്റെ ഇവിടുന്ന് തൊട്ട് താഴെ വരെ ഈ കാണുന്നത് കട്ടിങ് ആണ് കേട്ടോ. രണ്ട് സൈഡും കട്ടിങ് വരുന്ന ടൈപ്പിലുള്ള ഒരു സ്റ്റിച്ചിങ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് സൈഡ് സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട്, ഓപ്പൺ കൊടുത്തിട്ടുള്ളതാണ്. പക്ഷെ ലൈനിങ് അല്ല, സീത്രോ കാര്യങ്ങളൊന്നുമില്ല. ഇത് കട്ടിങ് വരുന്നതാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും, രണ്ട് സൈഡിലും കട്ടിങ് വരുന്നതാണ്. ഇനി ബാക്ക് സൈഡ് വന്നിട്ട് ഇതുപോലെയാണ് കേട്ടോ. ഒരു പ്ലെയിൻ ആയിട്ടാണ്. ഇനി ഇതിന്റെ സൈസ് ഞാൻ സ്മോൾ ആണ് എടുത്തിട്ടുള്ളത്. സ്മോൾ ടു XXL വരെ സൈസസ് അവൈലബിൾ ആണ്. ഇനി ഇതിന്റെ വേറെ കളേഴ്സ് ഞാൻ കണ്ടിട്ടില്ല. അതിന്റെ ഒരു ഗ്രീൻ ഷെയ്ഡിൽ ഒരു കുർത്ത സെറ്റ് ഞാൻ കഴിഞ്ഞ തവണ മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കുറച്ച് ഒരു ലെങ്തി ആയിരുന്നു. ഇത് അത്ര ലെങ്തി അല്ല, കുറച്ച് ഷോർട്ട് ആയിട്ടുള്ളതാണ് കേട്ടോ. പക്ഷെ വീഡിയോയിൽ കണ്ടപ്പോൾ മുട്ടിന് കയറി നിൽക്കുന്ന ടൈപ്പ് ഓഫ് ഒരു കുർത്ത സെറ്റ് ആയിരുന്നു. പക്ഷെ ഞാൻ ഇട്ടപ്പോൾ ഇത് കുറച്ച് ലെങ്ത് കൂടുതലുണ്ട്. എന്തായാലും ഓക്കെ ആണ്. പക്ഷെ ഇതിന്റെ ക്വാളിറ്റി എടുത്ത് പറയാൻ കാരണം കോട്ടൺ മെറ്റീരിയൽ ആണ്. ഇതിന്റെ ലൈനിങ് ഇല്ലെങ്കിൽ പോലും ഇതിന്റെ മെറ്റീരിയൽ എന്നിട്ട് നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് കേട്ടോ. ഇനി ഇതിന്റെ പ്രൈസ് ഞാൻ എല്ലാത്തിനും കൂടെ ആയതുകൊണ്ട് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും, കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കൊടുത്തിട്ടുണ്ടാവും, എന്റെ പ്രൊഫൈലിൽ ബയോയിൽ ചെക്ക് ചെയ്താൽ അങ്ങനെയും കിട്ടും. അപ്പം തന്നെ ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യാത്തവരും ഷെയർ ചെയ്യാത്തവരും ഇപ്പൊ തന്നെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തേക്കുക. ഇനി ഇതിന്റെ പാന്റ് വന്നിട്ട് ഫുൾ ബ്ലാക്കിൽ വന്നിട്ടുള്ളതാണ്. പ്ലെയിൻ ആയിട്ടുള്ള പാന്റ് ആണ് വന്നിട്ടുള്ളത്. ഇലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി പോക്കറ്റും കാര്യങ്ങളൊന്നുമില്ല. ഇനി ഇതിന്റെ പാന്റ് വന്നിട്ട് ഒരു പലാസോ സൈസ് പാന്റ് ആണ്. അത്യാവശ്യം ലൂസ് ഫിറ്റിൽ വരുന്ന സൈസ് പാന്റ് ആണ് കേട്ടോ. പലാസോ ടൈപ്പ് ഓഫ് പാന്റ് ആണ്, നോർമൽ ആയിട്ടുള്ള പാന്റ് അല്ല കേട്ടോ. ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ടും കോട്ടൺ മെറ്റീരിയൽ ആണ്, നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് കേട്ടോ. അതായത് പ്യുവർ കോട്ടൺ ആണ്. ഇതിന്റെ വന്നിട്ട് ഒരു അടിപൊളി ബ്ലാക്ക് ആൻഡ് എംബ്രോയിഡറി വർക്ക് കോമ്പിനേഷനിൽ വരുന്ന ഒരു അടിപൊളി കുർത്ത സെറ്റ് ആണ്. ഇത് വന്നിട്ട് സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു
ഡ്രസ്സാണ്. ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് വിസ്കോസ് റയോൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത്. ഇതിന്റെ സൈസ് വന്നിട്ട് സ്മോൾ സൈസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. നോർമൽ സൈസ് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യാം. ഒരു ഫ്ലോറൽ പ്രിന്റിംഗ്, മെറൂണും വൈറ്റും കൂടെ വന്നിട്ടുള്ള ഒരു ഫ്ലോറൽ പ്രിന്റിംഗിൽ വന്നിട്ടുള്ള ഒരു അടിപൊളി ഡ്രസ്സാണ് ഇത്. ഫുൾ ലെങ്ത്തിൽ വരുന്നതല്ല, നമ്മുടെ കാഫ് ലെങ്ത്തിൽ വരുന്ന ഒരു ഡ്രസ്സാണ്. ഒരു മിഡി ഡ്രസ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിന്റെ നെക്ക് വന്നിട്ട് സ്ക്വയർ നെക്ക് ആണ്. ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും സെയിം ലെവലിൽ വരുന്ന നെക്കാണ്. സ്ലീവ് വന്നിട്ട് ഇങ്ങനത്തെ സ്ലീവ് ആണ്. ഇതിന്റെ ഉള്ളിൽ നമ്മളൊരു വൈറ്റ് കളറിലോ ഒരു ക്രീം ഷെയ്ഡിലൊക്കെ ഇന്നർ ഇട്ടിട്ട് പെയർ ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഇനി അതല്ല ഇന്നർ ഇടാണ്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം. ഇത് കംപ്ലീറ്റ് ഫ്ലോറൽ പ്രിന്റിംഗ് ആണ് വന്നിട്ടുള്ളത്. ഇതിന്റെ ചെസ്റ്റ് പോർഷനിൽ ഇലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ കറക്റ്റ് ഷേപ്പിന് നിന്നോളും. താഴെ കംപ്ലീറ്റ് ഇതുപോലെയാണ്. ഫ്ലോറൽ പ്രിന്റിംഗ് ആണ് വന്നിട്ടുള്ളത്. റയോൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത്. ഇതിന്റെ ക്വാളിറ്റി എടുത്ത് പറയേണ്ടതാണ്. അത്രയും ക്വാളിറ്റിയാണ്. ലൈനിങ്ങും കാര്യങ്ങളും ഒന്നും ഇല്ല, പക്ഷെ സീ ത്രൂ അങ്ങനത്തെ ഒന്നുമില്ല. ഇനി ഇതിന്റെ കളർ ഷെയ്ഡ്സ് അവൈലബിൾ ആണ് കേട്ടോ. ഒരു 3 കളർ ഷെയ്ഡ്സ് എന്തോ അവൈലബിൾ ആണ്. ബ്ലാക്കും വൈറ്റും അതുപോലെ ഒരു 3-4 കളർ ഷെയ്ഡ് അവൈലബിൾ ആണ്. ഞാൻ എന്തായാലും സൈഡിൽ കൊടുക്കാം ഏതൊക്കെയാണ് കളർ ഷെയ്ഡ് എന്നുള്ളത് കേട്ടോ. നല്ല ഭംഗിയുള്ളതാണ്. ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും. ഇതിന്റെ ഉള്ളിൽ ഒരു ഇന്നറോ കാര്യങ്ങളോ വെയർ ചെയ്യണമെന്നേ ഉള്ളൂ കേട്ടോ. ഇനി ഇതിന്റെ പ്രിന്റിംഗ് ചേഞ്ചസ് ആയിട്ടുള്ള ഡ്രസ്സസും അവൈലബിൾ ആണ്. എന്തെങ്കിലും എല്ലാത്തിന്റെയും ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. ഇത് സൈസസ് സ്മോൾ ടു XXL വരെ സൈസസ് അവൈലബിൾ ആണ്, നോക്കുക കേട്ടോ. ഇനി അടുത്ത ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഡ്രസ്സ് വന്നിട്ട് ഇതാണ്. ഇത് വന്നിട്ട് ഒരു ബ്ലാക്ക് ഷർട്ട് ആണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഷർട്ട് വന്നിട്ടുള്ളത്. ഷർട്ട് വന്നിട്ട് കോളേർഡ് ആയിട്ടുള്ള ഷർട്ടാണ് വന്നിട്ടുള്ളത്. കംപ്ലീറ്റ് താഴെ വരെ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ സ്ലീവിന്റെ ഇവിടെ, ഷോൾഡറിന്റെ ഇവിടെ ആയിട്ട് ചെറിയൊരു പ്ലീറ്റ്സ് വന്നിട്ടുള്ള ഒരു സ്റ്റിച്ചിങ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ 2 സൈഡിലും, ഷോൾഡർ സൈഡിൽ ഇതുപോലത്തെ ഒരു പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ ഷോൾഡേഴ്സിൽ പ്ലീറ്റ്സ് ഉണ്ടാവില്ലല്ലോ, പക്ഷെ ഇതിന്റെ ഷോൾഡറിൽ പ്ലീറ്റ് കൊടുത്തിട്ടുണ്ട്. ചെറിയ കുഞ്ഞു നിറവ് പോലെ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഫുൾ സ്ലീവ് ആണ് വന്നിട്ടുള്ളത്. സ്ലീവിൽ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ബട്ടൺ ആണ്. ഇനി ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് താഴെ കണ്ടോ, വൈറ്റ് കളറിൽ നല്ല പോലെ എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി ഏറ്റവും എൻഡിങ്ങിലായിട്ട് നമ്മുടെ സ്കാലപ്പ് വർക്ക് വരുന്ന പോലത്തെ ഒരു കേർവ് ആയിട്ടുള്ള യു കേർവ് കട്ടിംഗ് ആണ് വന്നിട്ടുള്ളത്. ഇനി ഇതിന്റെ ബാക്ക് സൈഡ് വന്നിട്ട് ഇവിടെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്, നെറിവ് പോലെ കൊടുത്തിട്ടുണ്ട്. താഴെ കറക്റ്റ് ലെവലിലാണ് കട്ടിങ് വന്നിട്ടുള്ളത്. റൗണ്ട് കട്ടിംഗ് ഒന്നുമില്ല, കറക്റ്റ് ലെവലിലെ കട്ടിംഗ് ആണ്. ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് പ്യുവർ കോട്ടൺ ആണ്. നല്ല ക്വാളിറ്റി ഉള്ളതാണ്. നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ. നമുക്ക് സീത്രോ കാര്യങ്ങളോ ഒന്നുമല്ല, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. നല്ല പോലെ കട്ടിയുള്ള കോട്ടൺ മെറ്റീരിയൽ ആണ്. ഇതിന്റെ ലിങ്ക് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിലൊക്കെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഹോൾ വീഡിയോ വന്നിട്ട് ഇത്രയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കാൻ. ഇഷ്ടപ്പെട്ട ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.